എത്ര വെളിവ് കേടാ എനിക്ക് മനസ്സിലാവുള്ള ഇവിടെ ഏതെങ്കിലും റോട്ടിൽ കൂടെ പോണ ഒരാളെ കൊണ്ടുപോയി നിങ്ങൾ അവിടെ നിർത്തിയാലും അവർ വിജയിച്ചു പോകും എങ്ങനെയും അവർക്കൊരു കുറച്ച് ഓട്ടെങ്കിലും കിട്ടും. ഇത് ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മുതലിലേക്ക് പിടിച്ച് അത് ഇനി നിങ്ങൾക്ക് അവിടെ ഒന്നും കിട്ടൂല എന്ന് ഉറപ്പുണ്ടായിട്ട് കുറച്ച് ഇതിന് വേണ്ടി നിർത്തിയതാണ്. അതിൽ ഒരാൾ വേണമെന്നുള്ള ഈ കോലം വെക്കൂല നമ്മൾ ഈ വീടിന് മുന്നിലും പാടത്തൊക്കെ ഈ അതേപോലെ വെച്ചതാണ് ഇതിനെ. എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ നോക്കി താമരശ്ശേരിയിൽ എന്തൊട്ട് കുട്ടിക്ക അങ്ങനെ എന്തൊക്കെയോ ഒരു ശരി മുനിസിപ്പാലിറ്റിയിൽ 14-ാം വാർഡിൽ കുട്ടിക്ക അങ്ങനെ എന്തൊരു ഇതാ. എനിക്ക് അവിടെ എതിർ സ്ഥാനാർത്ഥി ആരാണോ LDF ആണ് UDF ആണ് ഏതൊക്കെ സ്ഥാനാർത്ഥിമാരുണ്ടെന്ന് ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ പാർട്ടിക്കാരോട് എന്നെ ഒരു ചോദ്യം കേട്ടോ. സത്യം പറയുന്നത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറെ ഷെയറും ലൈക്കൊക്കെ കമന്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തിരഞ്ഞെടുക്കുന്നതും വോട്ട് ചെയ്യുന്നതും. നിങ്ങൾ അവരുടെ ഇപ്പോഴത്തെ വോട്ടിന്റെ ലിസ്റ്റിന്റെ കമന്റ് പോയി നോക്കിയാൽ മതി. ഇനിയിപ്പോ ഞാൻ കാണിച്ചാൽ അവര് പറയുന്നതാണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലസിത പാലക്കൽ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി മുനിസിപ്പാലിറ്റി 21-ാം വാർഡ് കുട്ടിമാക്കോലിൽ നിന്നും ജനവിധി തേടി. എന്താ എള്ളിമ? ഈ എള്ളിമയൊക്കെ ഉണ്ടായിരുന്ന എത്ര കാലം ഒരു ഇലക്ഷനൊക്കെ നിൽക്കുന്ന പണ്ടേ പിന്നെ എള്ളിമ കാണിച്ച് ഭയങ്കര ശീലമാണല്ലോ. നിങ്ങൾക്ക് ചരിത്രവും പാരമ്പര്യവും ഒക്കെ എള്ളിമ ഈ എന്തെങ്കിലും ആവശ്യത്തിന് കുറച്ച് എള്ളിമ നല്ലതാണ്. എന്താണെങ്കിലും അവിടെ ഉള്ളവർ ഈ പരസ്പരം ഈ വോട്ടിന്റെ ടൈം ആകുമ്പോൾ ഏകദേശം വിദ്വേഷങ്ങളും അല്ലെങ്കിൽ ഈ അടിച്ചിറക്കലൊക്കെ മറ്റുള്ളവരെ തളർത്താനും താത്താനൊക്കെ ആയിട്ടുണ്ട്. ഇവരെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ എതിർ പാർട്ടിക്കാർക്ക് ഇത്രയും വലിയൊരു ടിസ്റ്റ് അല്ലെങ്കിൽ നമ്പർ ഞാൻ ഇതിൽ കൂടുതൽ ഒരു ഐഡിയ പറഞ്ഞിട്ടില്ല. ഇവരെ സോഷ്യൽ മീഡിയ പേജിൽ കയറുക. ഇവരെ ഏതെങ്കിലും ഒരു വീഡിയോ ഏത് വീഡിയോ എടുത്താലും നിങ്ങൾക്ക് ലാഭമാണ്. വീഡിയോ എടുക്കുക, അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പുകളുടെ നാട്ടിൽ എവിടെയൊക്കെ അങ്ങോട്ട് ഇട്ടേ മതി. ആ കിട്ടുന്നതും ഇല്ലാണ്ട് ഇനി സ്വയം പാർട്ടിക്കാർ വരെ ഇതെന്ത് മുതലെന്ന് വിചാരിച്ചു പോകും. അത്രയും വർഗീയത എന്ന് പറയുന്ന സാധനം വിഷം തുപ്പായി കേരളം നമ്മുടെ നമുക്കറിയാം ഈ ലോകത്ത് വിഷം ചീറ്റണ ഒരു സാധനമുള്ളൂ കടിക്കണത് പാമ്പ്. അതിനേക്കാൾ മൂർച്ചയേറിയ ഒരു സാധനമാണ് ഈ മുതൽ. ഞാൻ ആ നാട്ടുകാരനുമല്ല, ഞാൻ ആ ഏരിയ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിച്ചു പോയി. ഇവിടെ ഇത്രക്കും മതം പതിച്ച ഈ കുറച്ചെങ്കിലും അതിൽ കൂട്ടത്തിൽ ബുദ്ധിയുള്ള മന്ദബുദ്ധിന്നെങ്കിലും വിളിക്കാറ് ഇത് അതും കൂടി വിളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഞാൻ ഇവരൊരിക്കലും കൊച്ചാക്കി പറയുന്നല്ലോ. കൊച്ചാണ് ഇവർ പറയണതിനെ കൊച്ചാണ് ഇവർ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെ അകത്ത് വന്നിട്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ടല്ല തിരഞ്ഞെടുക്കണേ. അത് ഇവരെ കൂടെ ഉള്ളവരൊന്നും മനസ്സിലാക്കി നാട്ടുകാർക്ക്. ഞാൻ നാട്ടിൽ നിവാസികളാണ്, എനിക്ക് അറിയില്ല. നാട്ടിൽ ഞാൻ പൊതുപ്രവർത്തനം നടത്തണം, എനിക്ക് നാട്ടിൽ അറിയാൻ പാടില്ല എന്തൊക്കെ പൊതുപ്രവർത്തനം ചെയ്യണമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തന്നെ. ആ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് ഇനി പോയി ഇലക്ഷനിൽ നിങ്ങൾക്ക് നല്ലോണം ഉറക്കം കിട്ടേണ്ട. ഇപ്പോൾ വീട്ടിൽ നല്ലതുപോലെ സമാധാനത്തോടെ ശാന്തിയും സമാധാനവും ഒക്കെ നിങ്ങളുടെ നാട്ടിലുണ്ട്. എന്നാൽ അതൊക്കെ കളഞ്ഞ് എങ്ങനെ വർഗീയത കൊണ്ടുവരാം, എങ്ങനെ തമ്മിൽ തെല്ലിക്കാം, എങ്ങനെ വീട്ടിൽ കിടത്തി ഉറക്കാതിരിക്കാം, എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ കുളം തോണ്ടാം എന്ന് ഇവർ പഠിപ്പിച്ചു തരും. ധൈര്യപ്പെട്ട് വിജയിപ്പിച്ചു. 100% ഇവർ വിജയിച്ചതിനാൽ നിങ്ങളുടെ ആ നാടിന്റെ 14-ാം വാർഡ് ആ ഗ്രാമം തന്നെ സൂപ്പറായിരിക്കും. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നാടായിട്ട് മാറും. ഇവൻ പ്രതി നമുക്ക് എന്താണെങ്കിലും ന്യൂസുകളിലൂടെയൊക്കെ നിങ്ങളുടെ നാടിനെ പറ്റി പാട് ഉയർത്തി കേൾക്കാം. അപ്പൊ എന്താണെങ്കിലും ശരി, ജയിപ്പിക്ക്.